എപ്പോഴൊക്കെ സാരി എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാനും അമ്മയും തമ്മിൽ അടിയാണ്. കാരണം അമ്മയ്ക്ക് ഇഷ്ടമായ എനിക്ക് ഇഷ്ടാവില്ല, എനിക്ക് ഇഷ്ടമായ അമ്മയ്ക്ക് ഇഷ്ടാവില്ല. ലാസ്റ്റ് അമ്മ പറഞ്ഞു ഈ ടൈമിൽ സാരി ഉടുത്ത ആദ്യത്തെ ലുക്കൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ലാന്ന്. സോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. സാരി ഉടുക്കലിന് ശേഷം കണ്ണു എഴുതി ഒരു തട്ടിക്കൂട്ട് മേക്കപ്പും ചെയ്തു. വള ഇടാൻ നേരം അത് കൊള്ളുന്നില്ല ഗൈസ്. പിന്നെ വേഗം ഒരു വാച്ച് എടുത്ത് കെട്ടി നേരെ കസിന്റെ വീട്ടിലോട്ട് വിട്ടു. മൂക്കൊക്കെ ഇച്ചിരി നീര് വന്ന് ക്യാപ്സിക്കം മുളക് പരുവത്തിലായിട്ടുണ്ട് ഗൈസ്. ലെവൻ എന്റെ കസിനാണ്, പിന്നിലിരിക്കുന്നത് എന്റെ അമ്മായി, പിന്നെ എൻ്റെ കസിൻ. ഞങ്ങളുടെ അനിയത്തിനെ 7 മന്തിലെ ചടങ്ങെല്ലാം കഴിച്ച് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കി ടീമെല്ലാം പുറകിലുണ്ട്. എൻ്റെ അവളുടെ ഹസ്ബൻഡിന്റെ വീട് കുറച്ച് അടുത്തടുത്ത് തന്നെയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. റോഡിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവളുടെ വീടെത്താറായി. അപ്പോഴാണ് ചെറിയൊരു പ്രശ്നം. നമ്മുടെ കൂടെ വന്ന ടീംസിന് വഴി തെറ്റി ഗൈസ്. അതിന്റെ ചർച്ചയും എക്സ്പ്ലനേഷനാണ് ആ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നേ, പക്ഷെ അത് നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈമിങ്ങിനൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ അവൾക്ക് സ്വീറ്റ്സ് കൊടുത്തു, പിന്നെ വള ഇട്ട് കൊടുത്തു. ഗൈസ്, മഞ്ഞൾ തേച്ചു കൊടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നപ്പോൾ വളക്കാപ്പ് ഫംഗ്ഷൻ ഞങ്ങൾ വിചാരിച്ചതിലും സൂപ്പറായിരുന്നു. ഈ ടൈമിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രത്തോളം പോസിറ്റിവിറ്റി ബേബിക്ക് കിട്ടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ പരിപാടികളെല്ലാം ഏകദേശം തീർത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞാൻ ഇത്ര ടയർഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഇച്ചിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കിനും അവൾക്ക് അവിടെ നിന്ന് ദക്ഷിണൊക്കെ കൊടുത്ത് ഇറങ്ങാനുള്ള ടൈമായി. നിലു ഭയങ്കര ഹാപ്പി ആട്ടോ. അവൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കൂടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളെയും കൂട്ടി വീട്ടിലെത്തി കുറച്ച് സമയം ഞങ്ങൾ റെസ്റ്റ് എടുത്ത ശേഷം 2 റീൽസ് കളിച്ചു. റീൽസ് ഇല്ലാതെ എന്ത് പരിപാടി. വളക്കാപ്പ് ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഫ്രഷ് ആയപ്പോൾ എന്തൊരു ആശ്വാസം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.